ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മഞ്ജൂസ് കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ചിക്കൻ തോരനാണ്. അപ്പോൾ നമുക്ക് ചിക്കൻ തോരൻ ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴുകി ഒരു 1/4 കിലോ ഇറച്ചി എടുത്ത് വെച്ചിട്ടുണ്ട് ചിക്കൻ. അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഇത്ര ഇട്ടു. ഇനി ഇതിനോട്ട് കുറച്ച് ഉപ്പ് നമ്മൾ പിന്നെയും ചേർക്കും, അതുകൊണ്ട് കുറച്ച് ഉപ്പിട്ടാൽ മതി. കുറച്ച് ഉപ്പും കൂടെ ഇട്ടു ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു. ഇനി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഗ്യാസ് വെച്ച് കത്തിച്ചു. അതവിടെ ഇരുന്ന് കുറച്ചൊന്ന് വേവട്ടെ. ഇപ്പോൾ വെന്തിട്ടുണ്ട്. അതിൻ്റെ വെള്ളമൊക്കെ വറ്റി നന്നായിട്ടങ്ങ് വേവണ്ട, ഒരു 1/4 വേവായാൽ മതി. സ്റ്റൗ ഓഫാക്കി ഇനി നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കണം. സൺഫ്ലവർ ഓയിലൊക്കെ എടുത്താൽ അതിന് ഫ്ലേവർ കിട്ടത്തില്ല. അപ്പോൾ എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ടു. കടുക് പൊട്ടി വരുന്നുണ്ട്. ഇനി അതിലോട്ട് കുറച്ച് വെളുത്തുള്ളി, 2 വറ്റൽ മുളക്, കുറച്ച് തേങ്ങാക്കൊത്ത് ചിക്കൻ വരട്ടിലിടുമ്പോൾ അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതും കൂടെ ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. നന്നായിട്ട് മൂക്കുകയൊന്നും വേണ്ട, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി. അതിനുശേഷം ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തത് അതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. അതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലോട്ട് ഞാൻ ചെറിയ ഉള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. സവാളയെക്കാട്ടി ചെറിയ ഉള്ളി അരിഞ്ഞിട്ടുന്നതിന് നല്ല ടേസ്റ്റ്. അപ്പോൾ കുറച്ച് ചെറിയ ഉള്ളി, ഒരു കപ്പ് ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട്. ഒന്ന് വഴണ്ട് വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ എൻ്റെ മക്കൾക്ക് ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ അതൊക്കെ കഴിച്ച് മടുത്തു. അപ്പോൾ പറഞ്ഞു ഇന്ന് ചിക്കൻ തോരൻ ഉണ്ടാക്കിയാൽ മതി. അങ്ങനെയാണ് ചിക്കൻ തോരനിലോട്ട് വന്നത്. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും ഉണ്ടാക്കുകയല്ലേ, അപ്പോൾ അതൊരു വീഡിയോ എടുത്തിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചെറിയ ഉള്ളി ആവശ്യത്തിന് വരണ്ടിട്ടുണ്ട്. ഇനി അതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി കുറച്ചിട്ടതാണ്, ഇതിൽ കുറച്ചിട്ടാൽ മതി. ഒരു 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതിലോട്ടൊരു ഗരം മസാല, 1/4 ടീസ്പൂൺ ഗരം മസാല, പിന്നെ പെരുംജീരകം പൊടിച്ചത് അതും ഒരു 1/4 ടീസ്പൂൺ. എല്ലാം കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കാം. സ്റ്റൗ നല്ല തീ കുറച്ച് വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ആ പൊടിയുടെ പച്ച ചവയൊന്ന് മാറുന്നവരെ കുറച്ചൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കനും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ വഴറ്റി ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. എൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻസായിട്ട് എന്നെ അറിയിക്കണം. ഇനി നമുക്കതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. ഒരു കപ്പ് തേങ്ങ തിരുവിയത് ഇട്ട് കൊടുക്കാം. തേങ്ങ ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല, അല്ലാണ്ട് അങ്ങ് ഇട്ട് കൊടുത്ത് മിക്സാക്കിയാൽ മതി. നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഒരു 2 വർഷം മുമ്പേ തുടങ്ങിയതാണെങ്കിലും പിന്നെ ഒരുപാട് ബ്രേക്ക് വന്നിട്ട് ഇപ്പോൾ ഞാൻ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമാവുന്നുണ്ടോ, എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും കുറവുണ്ടോ,
ഇന്നൊക്കെ അഭിപ്രായം അറിയാൻ എനിക്ക് വളരെ ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് ആരും കമൻ്റ് ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങളുടെ കമൻസിന് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. എനിക്കതൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇനി ഞാൻ അതിലോട്ട് ഒരു 1/4 കപ്പ് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം എല്ലാം കൂടെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് അതൊന്ന് സെറ്റാകാൻ വേണ്ടി ഒരു 5 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ചെറിയ തീയിലിട്ട് വേവിച്ചാൽ മതി. എല്ലാം സെറ്റായിട്ടുണ്ടെങ്കിൽ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഞാൻ തുറന്നിട്ടുണ്ട്. ഇപ്പോൾ ചിക്കൻ ശരിക്കും സെറ്റായി വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. നമുക്ക് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാൻ. വേറെ കറിയൊന്നും വേണ്ട. നല്ല ടേസ്റ്റായിട്ടുള്ള ചിക്കൻ തോരനാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.